ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അങ്ങനെ രാജുവിനെയും പ്രതാപനെയും എങ്ങനെയെങ്കിലും തെറ്റിക്കാനുള്ള ഉദ്ദേശത്തോടെ പ്രതാപന്റെ പിന്നാലെ കൂടിയിരിക്കുകയാണ് അംബിക. തുടർന്ന് അംബിക പ്രതാപനോട് പറയുകയാണ്, മരുമകനാണെന്നുള്ള പരിഗണനയൊക്കെ തൽക്കാലം നീ അങ്ങ് മറന്നേക്ക്. എന്നിട്ട് നീ അവനോട് കാര്യമങ്ങ് ചോദിക്ക്. കാരണം ഇവിടെ നഷ്ടപ്പെട്ടതേ നിന്റെ പ്രതിച്ഛായ മാത്രമാണ്. ഒരു വിട്ടുവീഴ്ചയും നീ അവനോട് കാണിക്കാൻ പാടില്ലെന്നും അംബിക തീർത്തു പറയുകയാണ്. ചോദിക്കേണ്ട രീതിയിൽ ചോദിച്ചാൽ കാര്യങ്ങളെല്ലാം താനേ പുറത്തു വന്നോളുമെന്നും അംബിക പറയുമ്പോഴാണ് രാജു അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. അങ്ങനെ രാജു പ്രതാപന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ തന്നെ പ്രതാപൻ ഒരു ഫോൺ കോൾ വന്ന് എഴുന്നേറ്റ് പോകുന്നതാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് കൊച്ചമണിയാണ്. ഋതിക തന്റെ ഇപ്പോഴത്തെ പവർ വെച്ചുകൊണ്ട് കൊച്ചമണിയും ജയനെയും കൊടുക്കുന്നതാണ് കാണിക്കുന്നത്. ഓഫീസിലേക്ക് വരുന്ന കൊച്ചമണിക്ക് ചുറ്റും തോക്കുമായി നിൽക്കുന്ന ഗാർഡ്സിനെയാണ് കാണിക്കുന്നത്. ഇതെല്ലാം കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് കൊച്ചമണി. അതേസമയം ജയനും അങ്ങോട്ടേക്ക് എത്തുന്നു. ഞങ്ങളെ ഒന്നും ചെയ്യല്ലേ മേഡം, ഞങ്ങളെ വെറുതെ വിടണമെന്ന് പറഞ്ഞുകൊണ്ട് ഋതികയുടെ കാൽക്കൽ വീഴുകയാണ് ജയൻ. അതേസമയം കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് കൊച്ചമണി. തുടർന്ന് ഋതിക പറയുകയാണ്, ഇപ്പൊ തന്നെ പോലീസിനെ വിളിക്കണം. പെട്ടെന്ന് പോലീസിനെ വിളിക്കാനായി ഋതിക അവിടെയുള്ള സ്റ്റാഫുകളോട് പറയുമ്പോൾ ഇത് കേട്ട് പേടിയോടെ നിൽക്കുന്ന കൊച്ചമണിയെയും ജയനെയുമാണ് കാണിക്കുന്നത്. മേഡം പറയുന്ന എന്തും ഞങ്ങൾ കേട്ടോളാമെന്നും ദയവ് ചെയ്ത് പോലീസിനെ വിളിക്കരുതെന്നും ഒക്കെ തന്നെ കൊച്ചമണിയും ജയനും കരഞ്ഞുകൊണ്ട് പറയുമ്പോഴേക്കും ഋതിക പറയുകയാണ്, അതിന് നിങ്ങൾ ഞാൻ പറയുന്നത് പോലെയൊക്കെ കേൾക്കണം, ഇല്ലെങ്കിൽ നിങ്ങൾ രണ്ടാളും എന്താണെങ്കിലും അകത്തായിരിക്കും. തുടർന്ന് ഋതിക പറയുന്ന കണ്ടീഷനുകൾക്കെല്ലാം തന്നെ സമ്മതം മൂളുകയാണ് കൊച്ചമണിയും ജയനും. പിന്നീട് കാണിക്കുന്നത് രാജുവിന്റെ വീടാണ്. വാതിൽക്കൽ തന്നെ വിളക്ക് കത്തിച്ച് സാരിയെല്ലാം ഉടുത്തുകൊണ്ടിരിക്കുന്ന കൊച്ചമണിയാണ് കാണിക്കുന്നത്. നാമം ജപിച്ചുകൊണ്ടിരിക്കുന്ന കൊച്ചമണിയെ കാണുമ്പോൾ അതിശയത്തോടെ നിൽക്കുകയാണ് ജയൻ ഒഴികെ മറ്റെല്ലാവരും. പിന്നീട് കാണിക്കുന്നത് പറമ്പിൽ കിളച്ചുകൊണ്ടിരിക്കുന്ന ജയനെയാണ്. തുടർന്ന് ജയൻ എല്ലാവരോടും പറയുകയാണ്, അത് പിന്നെ ഞാൻ കരുതുകയായിരുന്നു പ്രിയയും കൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് താമസം അറിയാലോ ഇന്ന്. ഇനി മുതൽ ഞങ്ങൾ രണ്ടാളും മക്കളുടെ ഒപ്പം അവിടെ ജീവിച്ചോളാം. ഇത് കേൾക്കുന്ന രാജുവിനും ഋതികയ്ക്കും മറ്റുള്ളവർക്കും സന്തോഷമാകുന്നതാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് SI ആണ്. SI പ്രതാപന്റെ വീട്ടിലെത്തിയിരിക്കുന്നതാണ് കാണിക്കുന്നത്. സാർ, ലാപ്ടോപ്പ് പ്രശ്നമെല്ലാം തന്നെ പരിഹരിക്കപ്പെട്ടിട്ടുണ്ടെന്നും ഇനി സാറിന്റെ പേരിൽ അതിന് യാതൊരുവിധ പ്രശ്നവും ഉണ്ടാകില്ലെന്നും SI പറയുമ്പോൾ അത് എങ്ങനെ സാധിച്ചെന്ന് പ്രതാപൻ ചോദിക്കുന്നു. സാറിന് ഈ ലാപ്ടോപ്പ് പ്രശ്നത്തിൽ നിന്നും രക്ഷിച്ചത് ആരാണെന്ന് സാറിന് അറിയാമോ? അത് മറ്റാരുമല്ല, സാറിന്റെ മോള് തന്നെയാണെന്ന് SI പറയുമ്പോൾ ഇത് കേട്ട് സന്തോഷത്തോടെ നിൽക്കുന്ന പ്രതാപനെയാണ് കാണിക്കുന്നത്. അതേസമയം ഇതെല്ലാം കേട്ടുകൊണ്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് അംബികയും ദീപക്കും. പിന്നീട് കാണിക്കുന്നത് ഈ സന്തോഷ വാർത്ത അറിഞ്ഞതിനു ശേഷം ഋതികയെ ചേർത്ത് പിടിച്ച് നിൽക്കുന്ന രാധമ്മയാണ്. ഇതോടുകൂടി പ്രൊമോ വീഡിയോയുടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.